എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 79 ഇന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തില് ബല്ലുലനെ ബലരാമസ്വാമി വധിക്കുന്ന കാര്യം വിവരിക്കുന്നു. വാവുതോറും മഹർഷിമാര് നടത്താറുള്ള ഹോമത്തെ ബല്ലുലൻ എന്നൊരു അസുരൻ മുടക്കിയിരുന്നു. അങ്ങനെ മഹർഷിമാരുടെ അപേക്ഷ അനുസരിച്ച് ബലരാമൻ ആ അസുരനെ നിഗ്രഹിച്ചു. അങ്ങനെ മഹർഷിമാർക്ക് വളരെ സന്തോഷമായി. അവര് ബലരാമനെ ആശിസ്സുകളാൽ വർഷിച്ചു. പിന്നീട് ബലരാമസ്വാമി കിഴക്ക് തെക്കായിട്ട് തീർത്ഥയാത്ര ആരംഭിച്ചു. മഹർഷിമാര് പറഞ്ഞതിനനുസരിച്ച് തന്നെ പാപമോചനത്തിനായിട്ട് തീർത്ഥയാത്ര ചെയ്യണം. അനേകം ബ്രാഹ്മണരും അദ്ദേഹത്തെ അനുഗമിച്ചു. കൗശികി നദിയിൽ സ്നാനം ചെയ്ത് സരയു നദിയുടെ ഉത്ഭവസ്ഥാനമായ ശ്രേഷ്ഠ എന്ന സരസ്സില് സ്നാനം ചെയ്ത് സരയു തീരത്തിൽ കൂടി പ്രയാഗയിലെത്തി. അവിടെ സംഗമ സ്നാനം ചെയ്ത് ദാനതർപ്പണാദികളൊക്കെ കഴിച്ച് ദേവപ്രീതി വരുത്തി. പിന്നീട് ഗോമതി, ഗണ്ഡകി തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ഗയയിലെത്തി. ദാനതർപ്പണ ഭോജനാദികളാൽ പിതൃപ്രീതി വരുത്തി. അവിടെ നിന്നും മഹേന്ദ്ര പർവ്വതത്തിലെത്തി പരശുരാമനെ വന്ദിച്ച് പമ്പ, വേണു തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് തിരുച്ചെന്തൂരിലെത്തി. സുബ്രഹ്മണ്യ സ്വാമിയെ വന്ദിച്ച് ശ്രീശൈലത്തിലെത്തി ശിവദർശനം ചെയ്ത് തിരുപ്പതിയിൽ വന്ന് വെങ്കടാചലപതിയെയും വന്ദിച്ചു. പിന്നീട് കാഞ്ചീപുരം വഴി കാവേരി സ്നാനം ചെയ്ത് ശ്രീരംഗത്തും മധുരയിലും ദർശനം നടത്തി ദാനാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. പിന്നീട് രാമേശ്വരത്തെത്തി സേതു സ്നാനം ചെയ്ത് ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ ദാനം ചെയ്തു. മലയപർവ്വതത്തിലെത്തി അഗസ്ത്യ ദർശനം ചെയ്ത് കന്യാകുമാരിയിലെത്തി ദേവീ ദർശനം ചെയ്ത് പടിഞ്ഞാറ് വഴി വടക്കോട്ട് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തെത്തി. അവിടെ പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശ്രീപത്മനാഭസ്വാമിയെ ദർശിച്ച് അനേകം ദാനാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. കേരളത്തിലുള്ള അനേകം പുണ്യതീർത്ഥങ്ങളിൽ അദ്ദേഹം സ്നാനം ചെയ്തു. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും ക്രമേണ ഗോകർണത്തെത്തി ശിവദർശനം ചെയ്തു. താപി, പയോഷ്ണി തുടങ്ങിയ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പ്രഭാസത്തിൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഭീമനും ദുര്യോധനനും തമ്മിൽ ഗംഭീര ഗദായുദ്ധം നടക്കുകയാണെന്ന് ബലരാമൻ അവിടെ വെച്ച് മനസ്സിലാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ദുരുക്തികൾ വർഷിച്ചുകൊണ്ട് ഭീമ ദുര്യോധനന്മാരെ അന്യോന്യം യുദ്ധം ചെയ്യുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമായി അദ്ദേഹത്തിന്. സംഘർഷണമൂർത്തി രണ്ടുപേരെയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ അദ്ദേഹം എല്ലാം ഈശ്വരേച്ഛ എന്ന് കരുതി തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. പിന്നീട് പത്നി സമേതനായി നൈമിഷാരണ്യത്തിലേക്ക് പോയി. മഹർഷിമാർക്ക് വേണ്ടതായ ജ്ഞാനോപദേശമൊക്കെ ചെയ്തുകൊണ്ടും യജ്ഞദാനാദി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും കുറച്ചു ദിവസം നൈമിഷാരണ്യത്തില് താമസിച്ചു. അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ ഏകോനവിംശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാ മാരുതേശ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതഃ
ചാരുവണ്യുപാവൃത്തെ പ്രചണ്ഡപ്പാം സുവർഷണ ഭീമോ വായുരഭൂത്രാജൻ ഭൂയഗന്ധസ്തു സർവശ. ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ആ വാവു ദിവസം അതികഠിനവും പൊടികൾ 4 ഭാഗത്തും വർഷിക്കുന്നതും ഭയങ്കരവുമായ കാറ്റ് ഉണ്ടായി. ദുർഗന്ധവും 4 ഭാഗത്തും വ്യാപിച്ചു. തതോ അമേധ്യമയം വർഷം ബല്വലേന വിനിർമ്മിതം അഭവത് യജ്ഞശാലായാം സോന്വദൃശ്യത ശൂലതൃക്ക്. കാറ്റും ദുർഗന്ധവും ഒക്കെ അങ്ങനെ വ്യാപിച്ച ഉടനെ ബല്വലൻ തന്റെ മായ കൊണ്ട് നിർമ്മിച്ച വിൺമൂത്ര വർഷം യാഗശാലയിലുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ ശൂലായുധം ധരിച്ചിരിക്കുന്ന ആ ബല്വലനെയും അവിടെ കണ്ടു. തം വിലോക്യ ബൃഹത്കായം ഭിന്നാഞ്ജനജയോപമം തപ്ത താമ്രശിഖാശ്മശ്രും ദംഷ്ട്രോഗ്രഭൃക്കുടീമുഖം. അഞ്ജന പർവ്വതം പൊട്ടി വീണതുപോലെ കറുകറുത്തും ഏറ്റവും വമ്പിച്ചുമിരിക്കുന്ന ദേഹം, പഴുത്ത ചെമ്പു പോലെ ചെമ്പിച്ച തലമുടിയും മുഖരോമവും, ദംഷ്ട്രകള് നിമിത്തം അങ്ങനെ ഭയങ്കരമായിരിക്കുന്ന മുഖത്തില് പുരികക്കൊടികൾ ചുളിച്ചുകൊണ്ടിരിക്കണു. ഈ അസുരൻ എങ്ങനെയിരിക്കുന്ന ആ ബലരനെ ബലരാമസ്വാമി കണ്ടു. സസ്മാരമുസലം രാമ പരസൈന്യവിതാരണം ഫലം ച ദൈത്യദമനം തേ തൂർണമുപതസ്തതു. കണ്ട ഉടനെ ബലരാമൻ ശത്രു സൈന്യത്തെ അടിച്ചു ഒട്ടുക്കുന്ന മുസലായുധത്തെയും അസുരന്മാരെ അമർത്തുന്ന ഹലായുധത്തെയും മനസ്സിലങ്ങട് സ്മരിച്ചു. ഉടനെ ആ 2 ആയുധങ്ങളും ബലദേവ സമീപത്തില് എത്തി. തമാകൃഷ്യ ഹലാഗ്രേണ ബല്വലം ഗഗനേചരം മുസലേനാഹനൽ ക്രുദ്ധോ മൂർധ്നി ബ്രഹ്മദ്രുഹം ബല. ആകാശത്തിൽ സഞ്ചരിക്കുന്ന ആ ബല്വലനെ ഹലായുധം കൊണ്ട് സമീപത്തിലേക്ക് അങ്ങോട്ട് വലിച്ചു വരുത്തി. ബ്രാഹ്മണദ്വേഷിയായ അവനെ കണ്ടപ്പോ ഏറ്റവും ക്രോധിച്ച ബലദേവൻ മുസലായുധം കൊണ്ട് ശിരസില് ബലമായിട്ട് അങ്ങോട്ട് അടിച്ചു. സോപതൽ ഭൂവി നിർഭിന്ന ലലാടോ സമുത്സൃജൻ മുഞ്ചൻ ആർത്തസ്വരം ശൈലോ യഥാ വജ്രഹതോരുണ. ആ മുസലം കൊണ്ടുള്ള അടിയേറ്റപ്പോ ബല്വലന്റെ തല തകർന്ന് തരിപ്പണമായി. അങ്ങനെ രക്തം ഛർദിച്ച് ആർത്തനാദം പുറപ്പെടുവിച്ച് വീണു. രക്തം ദേഹ ആസകലം വ്യാപിച്ചതുകൊണ്ട് അരുണ നിറത്തോടുകൂടിയ ഇവൻ വജ്രായുധത്താൽ ചിറകു മുറിക്കപ്പെട്ട പർവ്വതങ്ങളിൽ ഒന്നാണോ എന്ന് തോന്നുമാറ് ഭൂമിയിൽ അങ്ങോട്ട് വീണു. സംസ്മൃത്യ മുനയോ രാമം പ്രയുജ്യാവിദധാശിഷ അഭ്യഷിഞ്ജന്മഹാഭാഗ വൃത്രഘ്നം വിബുധായഥ. അങ്ങനെ മഹാന്മാരായ ഋഷികള് വളരെ സന്തോഷിച്ചു. ആ ബല്വലനെ സംഹരിച്ച രാമനെ. വൃത്രാസുരവസാനത്തില് ദേവന്മാര് ഇന്ദ്രനെ എങ്ങനെയാണ് ആശീർവദിച്ചത്, അതുപോലെ ഏറ്റവും സ്തുതിച്ച് സഫലങ്ങളായ അനേകം ആശീർവാദങ്ങൾ ചെയ്തുകൊണ്ട് മൂർധാവിൽ അഭിഷേകം ചെയ്തു. വൈജയന്തീം ദുർമാലാം ശ്രീധാമാംളാന പങ്കജാം രാമായ വാസസീ ദിവ്യേ ദിവ്യാന്യാഭരണാനി ച. ഏറ്റവും പ്രകാശമുള്ളതും വാടാത്ത താമരദളങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയതും വൈജയന്തി എന്ന പേരോടുകൂടിയതുമായ ഒരു ദിവ്യമായ ആ മാല ഭഗവാനെ അണിയിച്ചു മുനിമാര്. പിന്നെ ദിവ്യങ്ങളായ 2 പട്ടുവസ്ത്രങ്ങളും ദിവ്യ ആഭരണങ്ങളും ബലരാമസ്വാമിക്ക് മുനിമാര് കൊടുത്തു. ആതൈരഭ്യനുജ്ഞാത കൗശികീമേത്യ ബ്രാഹ്മണേ സ്നാത്വാ സരോവരമഗാത് യഥ സരയുരാസ്രവൽ. അനന്തരം ആ മുനിമാരോട് യാത്ര പറഞ്ഞ് ആ ബ്രാഹ്മണരോട് എല്ലാവരോടും കൂടി ബലരാമൻ കൗശികി നദിയിൽ ചെന്ന് സ്നാനം ചെയ്തു. അതിനുശേഷം സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനമായ ശ്രേഷ്ഠ സരസിലാണ് പിന്നെ സ്നാനം ചെയ്തത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.